ഹലോ ഗൈസ്, എൻ്റെ പേര് AR ഗെയിമിംഗ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു അൾട്ടിമേറ്റ് XP ഫാം ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ എൻ്റെ XP ഉണ്ടോ? 12 XP. ഗൈസ്, XP ഫാം മാത്രമല്ല, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബോൺ മീൽ ഫാമും ഉണ്ടാക്കും. ഈ ബോൺ മീൽ ഫാം എന്ന് പറയുകയാണെങ്കിൽ ഇതെന്താ, നമ്മുടെ ഈ ലീഫ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കടലിൽ നിന്ന് കിട്ടുന്ന ലീഫ് വെച്ച്. അപ്പം നമ്മൾ അതൊരു ഗ്ലിച്ച് വെച്ചാണ് ഉപയോഗിച്ചാണ്. അപ്പം ഈ ഗ്ലിച്ചിലൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഞാൻ വഴിയെ പറയാം. അപ്പം നമ്മൾ ഈ ബോൺ മീൽ ഫാം ഇവിടെ ഉണ്ടാക്കുന്നത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പം നമുക്ക് ഈ ഫുഡും ഒന്ന് കറക്റ്റാക്കി കിട്ടും. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഈ ബോൺ മീൽ കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലിച്ച് ഉപയോഗിച്ചാണ് ഈ ബോൺ മീൽ ഫാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു XP ഫാം. ഈ XP ഫാം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒബ്സീഡ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. അവിടെ നമ്മളൊരു സ്പോണറും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാണ് നമ്മൾ ആ സ്പോണറിൽ നിന്ന് കിട്ടുന്ന സൂംബിയെ കൊന്നാണ് നമ്മൾ XP ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. ഗൈസ്, അങ്ങനെ വേണ്ട എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ റിസോഴ്സും വേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു വാട്ടർ ബക്കറ്റ് വേണം, പിന്നെ എന്താ പറയുക, ഒരു ഹോപ്പറും 2 ചെസ്റ്റ്, പിന്നെ എന്താ ഒരു സ്ലാബും, പിന്നെ ഒരു സ്റ്റെയർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ലാഡറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വാട്ടർ ബക്കറ്റ് അല്ല, 2 വാട്ടർ ബക്കറ്റ് വേണം. ഞാനത് എടുക്കാൻ മറന്നു. ഇവിടുന്ന് വെള്ളം എടുക്കാം. ഓക്കെ, നമുക്കിനിയും പോവാം. നമുക്ക് വേണ്ട എല്ലാ സാധനമായിട്ടുണ്ട്. നമുക്കിനി ഫാം പണിയാം. ഗൈസ്, നമ്മൾ ഇവിടെ ആയിട്ടാണ് അൾട്ടിമേറ്റ് XP ഫാം പണിയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സ്പോണർ വഴിയാണ് നമ്മൾ ഈ സ്പോണർ കിട്ടുന്ന സോംബീസിനെയാണ് കില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു 5 ബ്ലോക്ക് അടിയിലോട്ട് കുഴിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി ഒരു കില്ലിങ് ചേമ്പർ ഉണ്ടാക്കണം. അതുകൊണ്ട് അവിടെ കുറേ ക്രീപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അങ്ങ് അടയ്ക്കാം. അത് അടച്ചിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ സമയദോഷത്തിന് കിട്ടിയത്. ഈ ചെസ്റ്റ് അങ്ങ് പൊട്ടിക്കാം. അതും കിട്ടിയിട്ടുണ്ട്. ഈ ടോർച്ച് ഇവിടെ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ ഈ സൈഡിലോട്ട് ടോർച്ച് വെക്കാം. ഓക്കെ, ഞാൻ അങ്ങോട്ടാണ് കില്ലിങ് ചേമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് അടയ്ക്കാം. ഞാനൊന്ന് അടച്ചിട്ടെ. ഗൈസ്, ഈ സ്ഥലമൊക്കെ നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു 5 ബ്ലോക്ക് അടിയിലോട്ട് ഇനി ഇവിടുന്ന് കുഴിക്കണം. 5 ബ്ലോക്ക് അടിയിലോട്ട് ഇനി അത് കുഴിക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ബ്ലോക്ക് അടിയിലോട്ട് അങ്ങനെ ഞാൻ മൊത്തം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ഇവിടെ വരെ ഫ്ലോ ആവുന്നുണ്ട്, ഇങ്ങോട്ട് ഫ്ലോ ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇവിടെ വരെ ഇവിടെ നിൽക്കുന്നില്ലേ വെള്ളം? ഇവിടെ വരെ വെള്ളം വരുന്നുണ്ട്. നമുക്ക് ആ ഏരിയ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഇവിടെ എത്ര ബ്ലോക്ക്? 1 2 3 4 ബ്ലോക്ക് അപ്പുറത്ത്. ഇവിടെ ഇത്ര ഒന്നിങ്ങനെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ഇവിടെ ഒഴിച്ചു. അടുത്ത ബക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ 2 ബ്ലോക്ക്, ഇത് ഒരു ബ്ലോക്ക് മാറ്റി ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക് നടുക്കൂ നിന്നെ വെള്ളം എടുക്കാം. വെള്ളം എടുത്തു. യെസ്, കറക്റ്റായിട്ട് ഇവിടെ ആയിട്ട് വരെ വരുന്നുണ്ട് വെള്ളം. നമുക്കിനി ഇവിടെ നിന്ന് 2 ബ്ലോക്ക് അടിയിലോട്ട് ഒഴിക്കാം. ഇനി ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം എടുക്കട്ടെ.
യെസ്, ഇവിടെ വരെ വരുന്നുണ്ട്. നമുക്കിവിടെ നിന്നൊരു 5 ബ്ലോക്ക് അടിയിലോട്ട് കുഴിക്കാം. കുഴിക്കുന്ന സൂക്ഷിച്ചാണ്, എല്ലാ വില വീഴുന്നെങ്കിൽ തീർന്നു. 1 2 3 5. അഞ്ച് ബ്ലോക്ക് അടിയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഹോൾ പോലെ ഉണ്ടാക്കിയെടുക്കണം. ഒരു റൂം സെറ്റ് ചെയ്യണം. ആ റൂം പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം അടയ്ക്കാം. അതിന് മുമ്പ് ഞാൻ വെള്ളം നേരട്ടെ. അത് അടച്ചെടുത്തു. ഇനി ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക്, 3 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 2 ചെസ്റ്റ് ഇവിടെ വെക്കാം. വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. ചെസ്റ്റ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേളിലൊരു സ്ലാബ് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ മുകളിൽ സ്ലാബ് വെച്ചു. സ്ലാബല്ല, സ്റ്റെയർ പറഞ്ഞപ്പോൾ തിരിപ്പോയതാ. സ്ലാബല്ല, സ്റ്റെയർ. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സ്ലാബ്. ഓക്കെ, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കി ഇങ്ങനെ കില്ല് ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു AFK സ്പോട്ട് ഉണ്ടാക്കണം. അതിന് കുറച്ചും കൂടെ അങ്ങോട്ട് പിടിക്കാം. AFK സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവിടെ കുറേ സോംബീസ് അവിടെ ആയിട്ട് സ്പോണാവും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ ആയിട്ട് ടോർച്ച് വെക്കാം. ഇനി നമുക്ക് ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ സേഫ് ആണല്ലോ, ആ പ്രോബ്ലം. ഇവിടുത്തെ ടോർച്ച് ആദ്യം പൊട്ടിക്കാം. നീ പൊട്ടിച്ചു. ഇവിടുത്തെ കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് വന്നു അപ്പോൾ ഇവിടെ നമുക്ക് ടോർച്ച് വെക്കാം. വേറെ ഒന്നും മണ്ടത്തരം കാണിച്ചിട്ടില്ല. അയ്യോ, ഞാൻ ഇവിടെ ടോർച്ച് വെച്ചു. അയ്യോ, പോടാ. ഞാൻ എന്തെങ്കിലും മണ്ടത്തരം ഇങ്ങനെ കാണിക്കും. അതും എടുത്തു. യെസ്, അങ്ങനെ ഒരു XP ഫാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വലിയ വർക്കിംഗ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വർക്കിംഗ് അല്ല. കാരണം കുറച്ച് ദൂരെയായിട്ടാണ് ഈ ഒരു സോംബി സ്പോണ്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വർക്കിംഗ് അല്ലേ സംഭവം. യെസ് ഗൈസ്, അപ്പം നമ്മൾ ചെറിയൊരു XP ഫാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം മേളിൽ പോയി നിന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോണാവും. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് സെറ്റായി കഴിഞ്ഞാൽ ഇത് സ്പോണാവാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മേളിൽ പോയി നിൽക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെയായിട്ട് സ്പോണാവും. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല ലൂട്ട് കിട്ടും. ഇപ്പോൾ ഒരു സോംബി വരും. ഉണ്ടാവും. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു എന്താ പറയുക പോർട്ടലും കൂടെ സെറ്റ് ചെയ്യണം. നമുക്ക് ഇനി അതും കൂടെ ഒന്ന് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു പോർട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് XP ഫാമിലോട്ട് പോകാനുള്ള. നമുക്ക് ഈ നെക്സ്റ്റ് ലെവലോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ്, ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ഇവിടുന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്പോൺ ആവുന്നുണ്ട് സോംബീസും കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഫാമാണ് ഗൈസ്. കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്നിട്ട് കുറച്ചൊന്ന് XP കളക്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ
ഗൈസ് അങ്ങനെ കുറച്ച് നേരം നിന്നുള്ളൂ, എന്നാലും എനിക്കൊരു 20 ലെവൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അവർ നോക്കട്ടെ. ഒരു ക്യാരറ്റൊക്കെ കിട്ടി ഗൈസ്. ആ ക്യാരറ്റ് നമുക്ക് വേണം ബോൺ മീൽ ചെയ്തിട്ട് എടുക്കാനേ പറ്റും. കുറേ ആർമറും ഗോൾഡിൻ്റെ ഒക്കെ ആർമർ കിട്ടി ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഒരു XP ഫാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം ഗൈസ്. നമുക്കിനി ഒരു ബോൺ മീൽ ഫാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഗാദർ ചെയ്യാം. 12 ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 12 ചെസ്റ്റും കിട്ടി. ഇനി ഇവിടെ നിന്ന് 10 ഹോപ്പർ ഉണ്ടാക്കാം. 1 2 3 4 5 10 ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കോമ്പോസ്റ്ററാണ് അതിൻ്റെ പറയുന്ന പേരെന്തോ, അതിൻ്റെ കോമ്പോസ്റ്റർ കുറച്ച് കോമ്പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് നമുക്ക് കുറേ സ്ലാബ് ഉണ്ടാക്കണം. 5 കോമ്പോസ്റ്ററും റെഡി. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റോണിൻ്റെ ടോർച്ച് വേണം. അതൊരു 6 റെസ്റ്റോൺ ടോർച്ച് 7 ഇരിക്കട്ടെ. ഒരു ലിവർ, പിന്നെ റെസ്റ്റോൺ കോമ്പോസ്റ്റർ, റെസ്റ്റോൺ റിപ്പീറ്റർ ഉണ്ടാക്കണം. അതെന്തേ റെസ്റ്റോൺ റിപ്പീറ്റർ, അത് മെൽറ്റ് ചെയ്യണം അല്ലേ. റെസ്റ്റോൺ റിപ്പീറ്ററും റെഡി. കുറച്ച് ട്രാപ്പ് ഡോറും വേണം, പ്ലെയിൻ ഗ്ലാസും വേണം. പ്ലെയിൻ ഗ്ലാസ് ഉണ്ട് കയ്യിൽ. ഇനി കുറച്ച് ട്രാപ്പ് ഡോർ ഉണ്ട്, 2 എണ്ണേ ഉള്ളൂ. ഒരു 5 എണ്ണം വേണം. അതിൻ്റെ തന്നെ കുറച്ച് സാൻഡ് എടുക്കണം. കുറച്ച് സാൻഡ് എടുത്തിട്ട് വരാം. പതിനെട്ട് സാൻഡ് കിട്ടി, അത് മതി. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും അത് കയ്യിരിക്കട്ടെ. 10 പിസ്റ്റണായിട്ടുണ്ട്. ഈ 10 പിസ്റ്റൺ ഇനി 5 എണ്ണം സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ടാക്കണം. 5 സ്റ്റിക്കി പിസ്റ്റൺ അതും റെഡി ആയിട്ടുണ്ട്. 6 എണ്ണമായത്. ഇനി ഒരു പിസ്റ്റൺ ഉണ്ടാക്കാം. ഇനി ഈ ഫാം വർക്കാക്കാൻ നമുക്കിനി കടലിൽ പോയിട്ട് മറ്റേ ലീഫ് എടുത്തുകൊണ്ട് വരണം. ലീഫ് എടുക്കാം. നമുക്കിതിൻ്റെ ബോട്ട് അവിടെ കാണുന്നില്ല. ലീഫ് കിട്ടി. നമുക്കിനി തിരിച്ചു പോകാം. ഞാൻ ഫാം പണിയാൻ പോകുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ഡേറ്റ് എടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇത്രയും കൂടെ കുറച്ചും കൂടെ ഡേറ്റ് എടുത്ത് മാറ്റാം. നമുക്ക് ഇവിടെ ആയിട്ട് ഫാം പണിയാം. ഞാൻ ഈ ഫാം പണിയുന്നത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഫാം പണി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം അങ്ങനെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആണ് ഫാം. നമുക്ക് ലിവർ ഒന്ന് ഓണായി നോക്കാം. കണ്ടോ, ഫാം വർക്കിംഗ് ആണ്. ഈ ചെസ്റ്റ് തുറക്കുമ്പോൾ ബോൺ മീൽ വീഴുന്നുണ്ട്. അപ്പം നല്ല വർക്കിംഗ് ആണ് ഫാം. ഇവിടെ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ നല്ല ബോൺ മീലും കിട്ടും. ഇനി ഫുഡിന് വലിയ ക്ഷാമം വരത്തില്ല ബോൺ മീൽ ഫാം ഉണ്ടാക്കിയ ശേഷം. ഗൈസ്, പിന്നെ ഈ ഫാമിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വേറെ പ്രശ്നമൊന്നുമല്ല ഗൈസ്, ഈ ലിവർ ഓൺ ആക്കിയിട്ട് ഞാൻ അങ്ങ് പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ ഈ ഫാം ഓഫാണ്. ഈ ഫാം എങ്ങാണ് ഞാൻ ഇനി ഓൺ ആക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും പണിക്ക് എങ്ങാണ് തിരിയാൻ വേണ്ടി പോവുകയാണെങ്കിൽ പിന്നെ ഈ ഫാം വർക്കാകത്തില്ല. പിന്നെ ഇത് റിപ്പയർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ അകത്ത് കുറച്ച് പണി, സാൻഡിൻ്റെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആക്കുക, ഇവിടെ കുറേ നേരം നിൽക്കുക, എന്നിട്ട് വേണ്ട ബോൺ മീൽ എടുത്തിട്ട് ഓഫാക്കിയിട്ട് തിരിച്ച് പോകാവും. ഓഫാക്കാതെ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം ഓണാക്കിയിട്ട് ഒന്ന് കുറച്ച് നേരം നിൽക്കട്ടെ. ബോൺ മീൽ എത്ര എണ്ണം കിട്ടുമെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ 2 സ്റ്റാക്ക് ബോൺ മീൽ ആയിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റാക്ക് ബോൺ മീൽ അങ്ങ് എടുക്കാം. ഗൈസ്, ഫാം നല്ല പക്കാ വർക്കിങ്ങിലും കാരണമൊക്കെയാണ് അങ്ങനെ ഒരു ബോൺ മീൽ ഫാമും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഔട്ട്രോ പറയാൻ സമയമായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ട് കാണാം. ബൈ.